ഇനി ഞങ്ങളുള്ള സമയത്തിൽ പരമാവധി ഓടിയെത്തി പരമാവധി ജനങ്ങളെ കാണുക എന്നുള്ളതാണ്. അരൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പം വിരലെണ്ണാവുന്ന ദിവസം മാത്രമല്ല പ്രചരണത്തിന്, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? അല്ല, കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷേ അരുണിനെ സംബന്ധിച്ച് നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണ്. നല്ല ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കും. വളരെ കാലേക്കൂട്ടി തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്. സമയം കുറവാണ്, പക്ഷെ ഉള്ള സമയം കുറവാണ് എന്ന് പറഞ്ഞ് വിലപിച്ചിരിക്കുകയല്ല. ഇനി ഞങ്ങളുള്ള സമയത്തിൽ പരമാവധി ഓടിയെത്തി പരമാവധി ജനങ്ങളെ കാണുക എന്നുള്ളതാണ്. എന്താണ് പ്രധാനമായുള്ള പ്രചാരണം? എന്തായിരിക്കും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വിലക്കയറ്റത്തിന്റെ കെടുതി അനുഭവിക്കാത്ത ഒരു കുടുംബവും കേരളത്തിലില്ല. ഇപ്പൊ പാചകവാതകത്തിന്റെ വില കൂടി, പാചകവാതകത്തിന്റെ കിട്ടാത്ത ക്ഷാമം ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയാണെന്നുള്ളതിന് തർക്കമില്ല. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറയും. പിന്നെ അരൂരിൽ നമുക്കറിയാം, തുറവൂര് അരൂർ ഉയരപ്പാതയുമായി ബന്ധപ്പെട്ട 58 പേര് അവിടെ കൊല്ലപ്പെട്ടത്. അത് കൃത്യമായിട്ടുള്ള DPR തയ്യാറാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അതിനൊക്കെ ഞങ്ങൾ പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നം നടത്തും. ബഹുമാന്യനായ MP ശ്രീ KC വേണുഗോപാൽ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. വ്യാവസായിക മേഖലയാണ്, അവിടെ ചെമ്മീൻ വ്യവസായം അറിയാലോ, എക്സ്പോർട്ടിംഗ് മേഖലയാണ്. അതൊക്കെ അടഞ്ഞു കിടക്കുന്നു. അത് നമുക്ക് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളുണ്ട്. ഇതിനൊക്കെ പരിഹാരം കാണണം. കുടിവെള്ള ക്ഷാമം പരിഹരിക്കണം, വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കണം. അതൊക്കെ ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി UDFന് അരൂരിൽ സാധിച്ചിട്ടുണ്ട്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്നു, ഉറപ്പല്ലേ? കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വലിയ മുന്നൊരുക്കം അവിടെ നടത്തിയതാണ്. അതേ മുന്നൊരുക്കം ഞങ്ങൾ ഈ 2024, 2025, 2026 മൂന്നും കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് അരൂരിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ 100% അവിടെ ജയിക്കും. കേരളം ഞങ്ങൾ പിടിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചവർ തന്നെയാണ് LDFിലായാലും PUDFിലായാലും. അപ്പൊ ഒരു ബിഗ് ഫൈറ്റ് ഉണ്ടാവും. അല്ല, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ആശയങ്ങൾ തമ്മിലുള്ള സംഘടനകളല്ലേ, ആരാണ് എതിർവശത്ത് എന്നുള്ളതല്ല. എതിർവശത്ത് മത്സരിക്കുന്ന ആരെയായാലും വലിയ ആദരപൂർവ്വം നോക്കിക്കാണുന്ന ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ. ഞങ്ങളുടെ ആശയങ്ങൾ കൃത്യമായി പ്രചരിപ്പിക്കും. ജനങ്ങൾക്കൊപ്പം നിന്ന് അന്തിമ വിജയം കോൺഗ്രസിന്റേതാണ്, UDFന്റേതാണ്. തീർച്ചയായും അത് തന്നെയാണ്. വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ ഇത്തവണയും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ക്യാമറ പേഴ്സൺ ലേഷ് കാഞ്ഞികാവിനൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1 ആലപ്പുഴ.